എല്ലാവർക്കും നമസ്കാരം. ഈ യൂട്യൂബ് ചാനലുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആങ്കർ ആരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഒരു ആങ്കർ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? അവരുടെ ചോദ്യങ്ങൾ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയായിരിക്കണം, തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ അതും ഒന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടു. ഹെയ്തി സാദിയ ട്രാൻസ്വുമറാണ്. ഇവർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കൊല്ലം സുധിയുടെ മകന് ഒരു ഉപദേശം എന്ന രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ചില കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ഇൻ്റർവ്യൂ വന്നത്. ഈ ചാനൽ എന്തിനാണ് ഈ ഇൻ്റർവ്യൂ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ രേഷ്മ പി തങ്കച്ചനെ ഇവരെ കൊണ്ട് വെളുപ്പിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല. എന്തായാലും അവരുടെ ഇൻ്റർവ്യൂ വന്നു. അതിനകത്ത് ഇവർ പ്രസൻറ്റ് ചെയ്ത ചില കാര്യങ്ങൾ എന്നെ വല്ലാണ്ട് അലോസരപ്പെടുത്തി. അതോടൊപ്പം തന്നെ ആ ആങ്കറുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഈ ആങ്കർ കുറച്ച് നാളുകൾക്ക് മുൻപ് രേഖ ചേച്ചിയുടെ വിഷയത്തിൽ, രേഖ രതീഷ്, അവരുടെ വിഷയത്തിൽ അബാക് ഡിബേറ്റ് എന്ന് പറഞ്ഞ ചാനലിൽ വന്നിരുന്നിട്ട് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേ ആങ്കർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവർ ഫ്രീലാൻസർ ആയിരിക്കും. വിളിക്കുന്ന ചാനലുകളിൽ പോയിട്ട് പ്രോഗ്രാം എടുത്തു കൊടുക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ആങ്കർ ആയിരിക്കാം. ഹെയ്തിയുടെ കുറച്ച് കാര്യങ്ങൾ, ഹെയ്തി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. കേട്ടിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായം അതിനകത്ത് പറയാം. ശരിക്കും പറഞ്ഞാൽ ഹെയ്തി ഒരിക്കലും പറയാൻ പാടില്ലാത്ത കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഹെയ്തി ഇൻ്റർവ്യൂവിൽ പറഞ്ഞേക്കുന്നത്. മാത്രമല്ല കുറച്ച് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഹൈപ്പ് കൊടുക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കെന്തായാലും ഹെയ്തിയുടെ ആ ഒരു ഇന്റർവ്യൂവിന്റെ ചില പ്രസക്തമായ ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇപ്പം അല്ലാണ്ടുള്ള കുറെ കാര്യങ്ങൾ, അഭിപ്രായങ്ങളൊക്കെ തുറന്നു പറയുമ്പോഴേക്കുണ്ടല്ലോ അടിയിൽ വരുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതോ ഇഗ്നോർ ചെയ്തു? ഞാൻ നോക്കാറില്ല. എന്തിനു നോക്കേണ്ട ആവശ്യം? നേരത്തെ പക്ഷെ നോക്കുമായിരുന്നു, പണ്ടൊക്കെ നോക്കായിരുന്നു. ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെ കത്തിക്കയറുന്ന വീഡിയോ എയറിൽ കയറുന്നതാണെങ്കിൽ കുറെ എയറിൽ കയറി ശീലമായിട്ടായിരിക്കട്ടെ മേ ബി എനിക്ക് ഒരു 50 കമന്റ് 60 കമന്റിന് മേലെ വരുന്ന വീഡിയോസിന്റെ കമന്റ്സ് ഒന്നും ഞാൻ നോക്കൂല. ആദ്യം വന്നിട്ടുള്ള 1-2 കമന്റ്സ്, ഒരു 10 കമന്റ്സിന് ലൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50-60 എത്തി കഴിഞ്ഞാൽ പിന്നെ ആ താഴെ പോയിട്ട് നോക്കിയത് എസ്സേ ഒക്കെ വായിക്കാൻ എനിക്ക് ഇവിടുത്തെ സമയം ഞാൻ നോക്കാറേ ഇല്ല. ഞാൻ നോക്കാറേ ഇല്ല അത്. ഹെയ്തി ആദ്യമേ തന്നെ പറയുന്നത് ഹെയ്തിക്ക് വരുന്ന കമന്റുകൾ ഹെയ്തി നോക്കാറില്ല. നോക്കണം. പല യൂട്യൂബ് ചാനലുകാരും ചെയ്തൊരു കാര്യമാണ്, കമന്റുകൾ കുറേയൊക്കെ വായിക്കും, പിന്നെ അതുകൊണ്ട് വായിക്കില്ല, നോക്കില്ല. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കമന്റുകളിലൂടെയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഞാൻ തരുന്ന റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമന്റുകൾക്കാണ്. ആ കമന്റുകൾ ഞാൻ മൈൻഡ് ചെയ്യുന്നതിലൂടെയാണ്. എല്ലാ കമന്റുകൾക്കും നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ലൈക്കെങ്കിലും കൊടുത്തു പോവുക. എന്നിട്ട് നമുക്ക് മറുപടി കൊടുക്കേണ്ട കമന്റുകൾക്ക് മറുപടി കൊടുക്കാം, അതല്ലാത്ത കമന്റുകൾക്ക് നമുക്ക് ഇഗ്നോർ ചെയ്യാം. ചില വീഡിയോകൾക്ക് ഒരുപാട് കമന്റ് വരും, നമുക്ക് എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഓൾമോസ്റ്റ് എല്ലാ കമന്റുകളും ഞാൻ ലൈക്ക് ചെയ്ത് പോകാറുണ്ട്. സോ ഹെയ്തി കമന്റുകൾ വായിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റുകൾ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിലുള്ള മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. കാരണം നിങ്ങൾ കഴിഞ്ഞ ദിവസം കിച്ചുവിനെ ഉപദേശിക്കുന്ന ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഒരുപാട് ബ്ലണ്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കമന്റുകൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ബ്ലണ്ടേഴ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ബാക്കി തുറന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? എനിക്കോ? ഞാൻ വെറുതെ തുറന്നു നോക്കിയിട്ടുണ്ട്. പക്ഷേ സബ്സ്ക്രൈബേഴ്സ് എന്തുകൊണ്ട് എനിക്ക് കോമഡി. അതായത് എനിക്ക് ഇതുപോലെ സബ്സ്ക്രൈബേഴ്സ് ഇത് ആ ഒരു ഞാൻ നോക്കിയ ഫീച്ചർ ഇത് വന്ന് കിടക്കുന്നത്. അപ്പൊ ഞാൻ വെച്ചാൽ അത് എനേബിൾ ചെയ്യാലോ എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് എനേബിൾ ചെയ്ത്. അപ്പൊ നമുക്ക് നമ്മൾ ഈ ഒരു കണ്ടന്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് ആരാണ് ഇങ്ങനെ കൊണ്ടുവന്നതെന്നുള്ളത് അറിഞ്ഞൂടാ. അതായത് ഒരു എക്സ്ക്ലൂസിവിറ്റി എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നതല്ല ഇവർ ഉദ്ദേശിക്കുന്ന പോലത്തെ കണ്ടന്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ഇവരെല്ലാവരും പറഞ്ഞു, ഇവർക്കെല്ലാവർക്കും അറിയാം ഇപ്പോൾ എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു പോകുന്ന കോണ്ടന്റുകളെല്ലാം റോങ് വേ ആണ് എന്നിവർക്ക് എല്ലാവർക്കും അറിയാം. ഓൾറെഡി മെറ്റ ഈ സാധനം കൊണ്ടുവന്നപ്പോൾ അവർ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ തുണി മാറ്റി ശരീര പ്രദർശനം നടത്താൻ വേണ്ടി ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന അവർ പോലും ചിന്തിച്ച് കാണില്ല. അപ്പോൾ ഇവർക്കും അതറിയാം അത് തെറ്റാണ്, ഒരു റോങ് ഇന്റൻഷനോട് കൂടിയാണ് ആൾക്കാർ അതിനെ സമീപിക്കുന്നത് എന്നെല്ലാം ഇവർക്കും അറിയാം. പക്ഷെ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇന്റർവ്യൂയിലൂടെ ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇത്തരം സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ ചാനലിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യല്ലേ, അത് പോയി കാണല്ലേ, അവരങ്ങനെ പ്രോത്സാഹിപ്പിക്കല്ലേ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു നിഖിൽ. എനിക്ക് തോന്നുന്നു അവൻ പലരുടെയും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അത്ര കാര്യമായിട്ട് സബ്സ്ക്രിപ്ഷൻ അത്രമാത്രം താല്പര്യത്തോടെ സംസാരിക്കുന്നത്. എൻ്റെ മോനെ, നിന്റെ വീട്ടുകാർ അതുപോലെ വിടുമെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ആണോ അവർ കാശുണ്ടായിക്കൊണ്ട് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നന്നായി വരട്ടെ. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട് നിനക്കും നിന്റെ ഫാമിലിക്കും നല്ലത് വരാൻ. ഇങ്ങനെയാണ് കാശുണ്ടാക്കുന്നതെങ്കിൽ നിനക്ക് അവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയൊക്കെ വേണ്ടി മാത്രം സബ്സ്ക്രൈബേഴ്സ് പൈസ കൊടുത്തിരിക്കുമ്പോൾ വേണ്ടി മാത്രമുള്ള എന്തെങ്കിലും. എന്റെ ഫ്രണ്ട്സ് കുറെ പേര് ഹെൽത്തി ആയിട്ട് തുടങ്ങിയിട്ടുള്ളവരൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ഇങ്ങനെ അതൊന്നും കാണില്ല. അവരെ മറ്റേ കുക്കറി റെസിപ്പീസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒക്കെ തുടങ്ങിയിട്ടുള്ള കുറെ ഫുഡ് ബ്ലോഗേഴ്സിനൊക്കെ എനിക്കറിയാം. അതിനൊന്നും ആരും കാണുന്ന പോലും ഇല്ല. ഞാൻ എന്നിട്ട് അത് മാറ്റിയിട്ട് എനിക്ക് മാറ്റണം. എനിക്ക് തുടങ്ങിയ സമയത്ത് 21 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയി. പിന്നെ നോക്കാണ്ടിരുന്നിട്ട് ഇപ്പൊ 4-3 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആരോ പാവങ്ങൾ ഇപ്പോഴും അവിടെ മറന്നുപോയത്. ഞാനോ അത് മറന്നുപോയി. പക്ഷെ രേണു സുധി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോഴേക്കും ഭയങ്കരമായ പ്രശ്നമായിരുന്നു. അതെന്തുകൊണ്ട് രേണു
രേണുസുതിക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിക്കൂടാ? അവർ പ്രശ്നം ഉണ്ടാക്കിയവരൊക്കെ ചോദിക്കേണ്ടത് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ, എന്താ രേണു ചേച്ചി തുടങ്ങിയാൽ പാവുണ്ട് രേണു ചേച്ചി. തുടങ്ങാം. രേഷ്മ പി തങ്കച്ചന് തുടങ്ങുന്നതിന് യാതൊരു പ്രശ്നമില്ല. രേഷ്മ പി തങ്കച്ചൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങണം. പക്ഷേ അതിനകത്ത് ഇപ്പം ചെയ്യുന്ന കാര്യങ്ങൾ, അതിനോടാണ് ആൾക്കാർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഞാൻ ഇതുവരെയും സബ്സ്ക്രിപ്ഷൻ കോണ്ടന്റ് എടുത്ത് വെച്ചിട്ട് സംസാരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അത്തരം വിഷയങ്ങൾ അതിൻ്റെ ഒരു എന്താ പറയുക ഇൻവിറ്റേഷൻ പോലെ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോഴാണ് അതിനെതിരെ സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ അവർ പുതിയൊരു ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ അവർ എന്ത് പേക്കൂത്തോ കാണിച്ചോട്ടെ, നമ്മളെ ഒന്നും ബാധിക്കുന്ന വിഷയങ്ങളല്ല. അതേസമയം ഞാൻ ഇവിടെ ഇത്രയും കാണിച്ചിട്ടുണ്ട്, ബാക്കി അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഇൻവിറ്റേഷൻ റീലുകൾ, അതിനോടാണ് ഇപ്പോൾ വിയോജിപ്പ്. പകുതി കാണിച്ചിട്ട് ബാക്കി പകുതി അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്ന രീതിയിലുള്ള റീലുകൾ, അത് ഇവർ മാത്രമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് രേഷ്മ പി തങ്കച്ചനെ ഉദ്ദേശിച്ച് മാത്രമല്ല. ഇത്തരം റീലുകൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഇന്ന് രാവിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് പേരുടെ പേരുകൾ പറഞ്ഞു. പേര് പറയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. നിരന്തരം പലരുടെയും ടൈം ലൈനിൽ കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കാർക്കിച്ച് തുപ്പാൻ തോന്നും. അമ്മാതിരി തോന്നിവാസങ്ങൾ കാണിച്ചു വെച്ചിട്ട് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ രേഷ്മ പി തങ്കച്ചിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല ഇത്. പല ആൾക്കാർ എന്നോട് പറയാം, ഇത് നിയമപരമായിട്ട് പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സീരിയസ്ലി പറയാമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാൽ മെറ്റയുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ചേഞ്ച് ആവാതെ നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ്, സൈബർ സെല്ലിൽ പോയി കഴിഞ്ഞാൽ പോലും അവർ പറയുന്നൊരു മറുപടി, ഞങ്ങൾ മെറ്റയ്ക്ക് കംപ്ലയിൻറ്റ് അയക്കാം, നിങ്ങൾ തരുന്ന ലിങ്കുകൾ വെച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കംപ്ലയിൻറ്റ് റൈസ് ചെയ്യാം. പക്ഷേ അവരിങ്ങോട്ട് പറയുന്നത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഈ വ്യക്തികൾ വയലേറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങൾ എന്തിനെതിരെ ആക്ഷൻ എടുക്കണം. ഇതാണ് അവർ തരുന്ന മറുപടി. എന്നാൽ നമ്മുടെ സൈബർ പോലീസുകാർക്ക് ഈ വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് വാർണിംഗ് കൊടുത്തു വിടാൻ പറ്റും. പക്ഷെ അവരത് ചെയ്യില്ല. എന്തുകൊണ്ട് ചെയ്യില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാനിപ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. എനിക്ക് അവിടുന്ന് ഇൻഫർമേഷൻ വന്നത് ഞങ്ങൾ അവരെ വിളിച്ച് വാൺ ചെയ്തിട്ടുണ്ട്, ഇനി അവർ ആവർത്തിക്കില്ലെന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസവും ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ പബ്ലിക് മീഡിയയിൽ വന്നിട്ട് ഞാൻ കഴിക്കുന്ന മദ്യം ഇതാണ്, ഇന്ന ബ്രാൻഡാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പച്ചയ്ക്ക് വിളിച്ച് പറയില്ല. അതിനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിയമം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നിയമം വളരെ ശോചനീയമാണ്, വളരെ ലോ ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. എക്സൈസിന് കംപ്ലയിൻറ്റ് കൊടുത്തു, അവരത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഏത് കാലത്ത് വരാനാ? സൂര്യത്തിന് തന്നെ ഫൈൻ കൊടുത്തത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ നിയമം നടപ്പിലാക്കി വരുമ്പോഴേക്ക് സമയമെടുക്കും. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടോ, എന്നോട് നീ കേസ് കൊടുത്തിട്ട് എന്തായി, ഒന്നും നടക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമുക്ക് കേസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നടപടി എടുക്കേണ്ടവരത് എടുത്താൽ മാത്രമേ നടപടി എടുത്തെന്ന് പറയാൻ പറ്റുള്ളൂ. ആരും ചെയ്യാത്തൊരു കാര്യം കേസ് കൊടുക്കാന്നുള്ളത്, അത് ഞാൻ ചെയ്തു, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തു. അത് നടപടി എടുക്കേണ്ടത് ഞാനല്ല. വളരെ വിഷമത്തോടെ ഞാൻ പറയുവാണ്, നമ്മുടെ നിയമം അങ്ങനെയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മുടെ നിയമത്തെ നോക്കി നമുക്ക് കോക്കറി കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. നടപ്പിലാക്കേണ്ട നിയമം പോലും നടപ്പിലാക്കുന്നില്ല. എന്നാൽ അതേസമയം കഴിഞ്ഞ ദിവസം ഷഫീന ബീവി പറയുന്നുണ്ടായിരുന്നു, ഈ വ്യക്തിക്കെതിരെ ഒരു ആളെ വെച്ചിട്ട് ഇൻ്റർവ്യൂ എടുത്തപ്പോൾ അയാളെ വിളിച്ച് വാൺ ചെയ്തേക്കുന്നു, ഈ നടിക്കെതിരെ നീ മോശമായിട്ട് സംസാരിച്ചല്ലോ എന്തെന്ന് ചോദിച്ചിട്ട്. ഇതാണ് നമ്മുടെ നാട്, ഇതാണ് നമ്മുടെ നാട്. ഈ നാട്ടിലെ നിയമങ്ങൾ മാറാതെ ആരെ തോന്നിയവാസങ്ങളും നിർത്താൻ പറ്റില്ല. ഓക്കെ, ബാക്കിയേക്കാം. അവർക്ക് അറിയില്ല, അവർക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്നൊന്നും അറിയില്ല. ഞങ്ങൾ ഇരിക്കുന്ന ഒരു കോൺവെർസേഷനിലാണ് ഞാൻ ചോദിച്ചത്, ചേച്ചി സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടില്ലേ ചേച്ചി എന്നൊക്കെ നമ്മളാണ് ചോദിച്ചതൊക്കെ. ജാസിയുടെ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ ജാസി പറയും, എൻ്റെ കൂടെ ഇരുന്നപ്പോഴാണ് ചേച്ചി അതൊക്കെ ചെയ്തത്, എൻ്റെ കൂടെ ഇരുന്നപ്പോഴാണ് ചേച്ചി കിച്ചുവിന് പൈസ കൊടുത്തത്, എൻ്റെ കൂടെ ഇരുന്നപ്പോഴാണ് ചേച്ചി അങ്ങനെ മലമറിച്ചത് എന്ന് പറയും. ഇപ്പുറത്ത് അടുത്ത ആളുടെ അടുത്ത് വരുന്ന കഴിഞ്ഞാൽ അവർ പറയും, എൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ചെയ്തത്. ഇവരെല്ലാവരും വന്ന് പറയുന്നത് എൻ്റെ ഒപ്പം ഇരുന്നപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്, ഞാനാണ് പറഞ്ഞു കൊടുത്തത്. ഇതിൽ ആരാ പറയുന്നതാണ് സത്യം എന്ന് എനിക്കറിയത്തില്ല. ബാക്കി ആ സമയത്ത് വീട്ടിലൊരു ദിവസം വന്നിരുന്നു, അപ്പോൾ നമ്മൾ കാഷ്വലി സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചതാണ്. പിന്നെ പുള്ളിക്കാരി അവളുടെ മാനേജറും ടീമും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ട് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ സെലിബ്രിറ്റിയാണ്. ഈ മാനേജറെ കുറിച്ച് എനിക്ക് കുറച്ച് പറയാനുണ്ട്. കരിഷ്മയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്തു കേട്ടോ. അവർ അത്യാവശ്യം ഒരു ഹൈടെക് ലെവലിൽ നിൽക്കുന്ന ഒരാൾ തന്നെയാണ്. നമ്മുടെ കാഴ്ചപ്പാടിൽ, ഇപ്പോൾ പേഴ്സണലി എൻ്റെ കാഴ്ചപ്പാടിൽ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മാനേജർ ആയിരിക്കേണ്ട യാതൊരു ആവശ്യം അവർക്കില്ല. അവരുടെ പ്രൊഫൈൽ, അവരുടെ റീലുകളുടെ താഴെ ദുബായ് എന്ന് ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അവരുടെ റീലുകളെല്ലാം ദുബായിൽ നിന്ന് എടുത്തതുപോലെയാണ് അവർ കാണിച്ചേക്കുന്നത്. സോ ഇവർ ദുബായിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആളാണെന്ന് തോന്നുന്നു. ഇവർക്ക് എനിക്കൊന്ന് കൊച്ചിയിൽ ഫ്ലാറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, പുതിയൊരു ഫ്ലാറ്റൊക്കെ അവർ വെച്ചിട്ടുണ്ട്. സോ രേഷ്മ പി തങ്കച്ചൻ്റെ മാനേജർ ആയിരിക്കേണ്ട യാതൊരു ആവശ്യവും അവർക്കുണ്ടെന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രേഷ്മ പി തങ്കച്ചനെ ദുബായിലേക്ക് കൊണ്ടുപോകുന്നത് ഇവരാണ്, ഇവരുടെ കെയർ ഓഫിലാണ്, ഇവരാണ് അവരുടെ പ്രോഗ്രാമുകളെല്ലാം അറേഞ്ച് ചെയ്യുന്നത് എന്നാണ് രേഷ്മ പി തങ്കച്ചൻ പറയുന്നത്. ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, വരട്ടെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം, ബാക്കി നോക്കാം. ഫെയിമാണ്, പോപ്പുലറാണ്. രേണുസുധീനെ എല്ലായിടത്തും ഞാൻ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് റീച്ച് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം അത്യാവശ്യത്തിലധികം റീച്ചുള്ള ഒരു അക്കൗണ്ടാണ്, റീച്ചുള്ള ഫേസ് ആണ്, പോപ്പുലർ ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും സബ്സ്ക്രിപ്ഷൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടും, ഉറപ്പായിട്ട് കൂടും. അത് ഹാനേനെ വെട്ടിച്ചു രേണുസുധി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് ഓൺലൈൻകാർ കൊടുക്കുന്നു. എല്ലാവർക്കും വേണ്ടത് റീച്ച് തന്നെയല്ലേ, എല്ലാവർക്കും ഇതിൽ ലൈംലൈറ്റിൽ നിലനിന്ന് പോകാനുള്ള കോണ്ടന്റ് തന്നെയല്ലേ വേണ്ടത്. അപ്പം പുള്ളിക്കാരി തുടങ്ങിയതിന് അല്ല ഹെയ്തി 3-4 ദിവസം മുൻപ് കിച്ചുവിന് ഉപദേശിച്ച ആ വീഡിയോ, അതിന്റെ മോണിറ്റൈസേഷൻ ഓഫ് ആയിരുന്നോ? ഓൺ തന്നെ ആയിരുന്നല്ലോ അല്ലേ? കാരണം അതിൻ്റെ ഇടയിൽ കൂടെ പരസ്യമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതും മോണിറ്ററി ബെനിഫിറ്റ് പ്രതീക്ഷിക്കാതെ ചെയ്ത കാര്യമൊന്നും അല്ലല്ലോ. ആണോ? നമ്മൾ ചെയ്യുമ്പോൾ ഹഹ, അവർ ചെയ്യുമ്പോൾ ഹോഹോ.
ആ നയം ശരിയാണോ ഹേതി? ഹേതി പറയുന്ന 1-2 പോയിന്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും ഒരു കാരണവശാലും ഹേതി പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നമുക്ക് അതിലേക്ക് വരാം. ബാക്കിയേക്ക് ആരെന്ത് പറഞ്ഞാലും അവർക്ക് സബ്സ്ക്രിപ്ഷൻ കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും അത് ആ വ്യക്തിക്ക് മാത്രമാണ് അതിന്റെ ബെനിഫിഷ്യറി. ഇതിനകത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് റീൽ ഇടുന്നത് ചിലപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് കുനിയും. ഇതാണ് അതിനകത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചോദിക്കും ആളുകൾ പറയുന്നത്. മോളെ പോയി നോക്കിയായിരുന്നോ അവിടെ എന്താണ് കാണിക്കുന്നത് എന്നുള്ളത്? കുറേയധികം ആൾക്കാർ അതിന്റെ വിഷ്വൽസ് എടുത്ത് പുറത്തിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ കുനിയുന്ന പരിപാടി മാത്രമല്ല ഉള്ളത്, വേറെ പലതും ഉണ്ടായിരുന്നു. അത് കണ്ടായിരുന്നോ? കണ്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഈ ആങ്കർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആളുകൾ പറയുന്നു. അപ്പോൾ നിങ്ങൾക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ? നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു അഭിപ്രായവും ഇല്ല ഇക്കാര്യത്തിൽ. പക്ഷേ ഹെയ്തി പറയുന്ന ചില കാര്യങ്ങൾക്ക് അങ്ങോട്ട് ചിരിച്ചു മറിയുന്നുണ്ട്. നമുക്ക് അതിലേക്ക് വരാം. ഭയങ്കരമായിട്ട് ചിരിച്ചു മറിയുന്നുണ്ട്. അവനവൻ അതുപോലത്തെ അവസ്ഥ വരുമ്പോഴേ അതിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവത്തുള്ളൂ. ഈ ചിരി അപ്പോഴങ്ങ് മാറും. നമുക്ക് അതിലേക്ക് വരാം. ബാക്കി ുണ്ട്. പക്ഷേ രേണുസുതി ആയതുകൊണ്ടാണ് പ്രശ്നം. രേണുസുതി സുധിച്ചേട്ടൻ മരിച്ചു പോയതുകൊണ്ടാണ് വേറൊരു പ്രശ്നം. കാരണം സുധിച്ചേട്ടൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ഭർത്താവുണ്ട് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ കെട്ടിയവനുണ്ട് എന്ന് പറയാനായിട്ട് ആളില്ലാത്തതിന്റെ ഒരു പ്രശ്നം രേണു ചേച്ചിക്ക് ഉണ്ട് എന്നുള്ളതാണ് കുറച്ചുപേര് പറയുന്നത്. നിങ്ങളുടെ തെറ്റിദ്ധാരണയാണത്. ഈ രേഷ്മ പി തങ്കച്ചൻ ആയതുകൊണ്ടല്ല ഈ പ്രശ്നം. രേഷ്മ പി തങ്കച്ചൻ കൊല്ലം സുധി മരിക്കുന്ന സമയത്ത് ഭയങ്കര കഷ്ടപ്പാടിലൂടെ പോയിരുന്ന ഒരാള്. അവിടെ ഒരുപാട് ജനങ്ങൾ അവരെ സഹായിക്കുകയുണ്ടായി. ഒരുപാട് ജനങ്ങൾ മാത്രമല്ല, ഫ്ലവേഴ്സ് TV അല്ലെങ്കിൽ 24 ന്യൂസ് ചാനൽ, മാ എന്ന് പറയുന്ന ഒരു സംഘടന, സ്റ്റാർ മാജിക്കിലുള്ള ആർട്ടിസ്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് പേര് ഇവരെ സഹായിച്ചു. വസ്തു കൊടുത്തു, വീട് കൊടുത്തു, ഇവർക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഇവർ അഭിനയിക്കാൻ പോയി, ആരും ഇവരെ ചീത്തപ്പേര് പറഞ്ഞില്ല അല്ലെങ്കിൽ മോശം പറഞ്ഞില്ല. ഇവർ ആൽബത്തിൽ അഭിനയിച്ചു. എപ്പോഴാണോ ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറി തുടങ്ങിയത്, ഇവരെ സഹായിച്ചവരെ തിരിച്ച് പറഞ്ഞു തുടങ്ങിയത്, തിരിച്ച് അവരെ അധിക്ഷേപിച്ചു തുടങ്ങിയത്, അവിടെ മുതലാണ് ആളുകൾ ഇവർക്കെതിരായി തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ എന്തു ചെയ്തും കാശുണ്ടാക്കും എന്ന രീതിയിലേക്ക് വന്നപ്പോൾ പണ്ട് സഹായിച്ചവരെല്ലാം പുച്ഛത്തോടെ കാണുമ്പോൾ ആളുകൾ വിമർശിക്കുന്നു. പണ്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ഹേറ്റേഴ്സ് ഇപ്പോൾ അവർക്ക് ഉണ്ടാവുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് രേഷ്മ പി തങ്കച്ചൻ എന്ന് പറയുന്ന വ്യക്തി ആയതുകൊണ്ടല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സംസാരം, അവരുടെ പ്രവൃത്തി. അല്ലാണ്ട് ഭർത്താവില്ലാത്ത ഒരാൾ, ഞാൻ ചോദിക്കട്ടെ, ഭർത്താവില്ലാത്ത ഒരാൾ ഇങ്ങനെ ജീവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ ജീവിക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ഭർത്താവില്ലാത്ത എത്രയോ ആൾക്കാർ മാന്യമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവർ ഈ ഇന്റർവ്യൂവിലൂടെ പറഞ്ഞു വെക്കുന്നത് വിധവയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവില്ലാതായി കഴിഞ്ഞാൽ തുണി അഴിച്ചിട്ടാണെങ്കിലും ജീവിക്കണം എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ ഈ ഇന്റർവ്യൂ കാണുമ്പോൾ, ഈ ഇന്റർവ്യൂവിൻ്റെ ഈ ഭാഗം കണ്ടപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണ്. ഭർത്താവില്ലാതായി കഴിഞ്ഞാൽ തുണി അഴിച്ചിട്ടാണെങ്കിലും നിങ്ങൾ ജീവിച്ചോണം എന്നാണ് പറയുന്നത്. പക്ഷേ 2-3 മക്കളെ വെച്ചിട്ട് ഭർത്താവും കുടുംബാംഗങ്ങളും ആരുടെ സഹായം ഇല്ലാതെ മാന്യമായിട്ട് അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരോട് അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു വിഷയം, ഇവരുടെ വിഷയം എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഈ കാര്യങ്ങൾ സംസാരിക്കാതെ പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത്. വീണ്ടും രേഷ്മ പി തങ്കച്ചൻ്റെ വിഷയം ഞാൻ വിട്ടതാണ്. പക്ഷേ ചില കാര്യങ്ങൾ വരുമ്പോഴേക്കും ആ ടോപ്പിക് കൂടെ കയറി വന്നേ പറ്റൂ. ഈ ഇന്റർവ്യൂവിൻ്റെ ഈ ഒരു തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഈ ഒരു വിഷയം സംസാരിക്കുന്നതാണ്. ഇവരെക്കുറിച്ച് ശരിക്കും തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവരെ വെളുപ്പിക്കാനുള്ള ഒരു പാർട്ടായിട്ട് തോന്നി. അതുകൊണ്ട് സംസാരിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത് തുണി അഴിച്ചിട്ടാണെങ്കിലും, ഹെയ്തി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, മക്കളെ വളർത്താനല്ലേ എന്ന് പറയുന്നുണ്ട്. എത്ര പേരാണ് അങ്ങനെ മക്കളെ വളർത്തുന്നത്? ഇനി അങ്ങനെ വളർത്തുന്നവർക്ക് എന്താണ് സംഭവിക്കുന്നത് നാളെ? ഞാൻ എൻ്റെ 2-3 വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ എല്ലാം മക്കൾ വളർന്നു വരുമ്പോൾ, മക്കൾ ഒരു പഠിക്കുന്ന കോളേജിലൊക്കെ പോകുന്ന അല്ലെങ്കിൽ +2 ഒക്കെ ആവുന്ന അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ അവരുടെ കൂടെ പഠിക്കുന്ന പിള്ളേർ ചോദിക്കും, നിൻ്റെ അമ്മ ഇന്നലെ ഇങ്ങനെ കാണിച്ചല്ലോ, ഇന്ന ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ കാണിച്ചല്ലോ, ഇന്നതുപോലെ ഒരു ആക്ഷൻ കാണിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ വന്ന് പറയും അല്ലെങ്കിൽ കോളേജിൽ വന്ന് പറയും. അപ്പോഴാണ് ആ മക്കൾ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ നേരെ തിരിഞ്ഞ് നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ ഈ അമ്മമാർ തയ്യാറായിരിക്കണം. പണ്ട് റോഡിൽ വൈകുന്നേരങ്ങളാകുമ്പോഴേക്കും തിരുവനന്തപുരത്താണെങ്കിൽ ഓവർബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ കുറേ ആൻറ്റിമാർ നിൽക്കുന്ന കാണാം, രാത്രി വിളിക്കുന്നവരുടെ കൂടെ പോകാൻ വേണ്ടി. അവർക്കും പറയാനുണ്ട് ഒരുപാട് കണ്ണുനീരിൻ്റെ കഥകൾ. ഞാൻ ആരെ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരും അവരുടെ മക്കളെ വളർത്താൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്. ഇന്നത് ഓൺലൈനായിട്ട് മാറിയെന്ന് മാത്രം. ആ ഒരു വ്യത്യാസം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സ്കൂൾ വിട്ട് ബസ് കയറാൻ വേണ്ടി പോകുമ്പോഴേക്കും ഇവരിങ്ങനെ നേരെ നിൽക്കുക, ഒരു 3-4 പേര്. അതിനകത്ത് 65 വയസ്സുള്ള അമ്മമാർ വരെ ഉണ്ട്. അവർക്ക് ജീവിക്കാൻ വേറെ നിവൃത്തിയില്ലാത്ത അവർ ഈ പണിക്ക് ഇറങ്ങിയതായിരുന്നു. അവർക്കും കൊണ്ട് പറയാൻ കഥകൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് അത് ഓൺലൈനായിട്ട് മാറിയെന്ന് മാത്രം. ഒരു വിഭാഗം ആൾക്കാർ അത് ഓൺലൈനായിട്ട് കാണിക്കുന്നു. രാത്രി 10 മണി അല്ലെങ്കിൽ 9 മണി പാതിരാത്രിയൊക്കെ ആകുമ്പോഴേക്കും ലൈവ് എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണാൻ വേണ്ടി കുറേ പേര്. എനിക്കൊന്ന് കൂടുതലും ഇങ്ങനെയാണ് ഈ പറഞ്ഞ പരിപാടികൾ നടക്കുന്നത്. ഓൺലൈൻ ഡാഷ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഇത് കുറച്ചധികം വ്യാപകമായിട്ട് വന്നു തുടങ്ങിയത്, കണ്ടു തുടങ്ങിയത്. ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 പേരുടെ പേര് മാത്രമാണ് മുൻപ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ, ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 24 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ഇത്തരം രീതിയിൽ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ മാന്യമായിട്ട് സബ്സ്ക്രിപ്ഷനിൽ കോണ്ടന്റുകൾ ഇട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. അവരുടെ അറിയുന്ന അറിവുകൾ പകർന്നു കൊടുത്ത് അല്ലെങ്കിൽ അറിയുന്ന ടാലൻറ്റുകൾ കാണിച്ചുകൊണ്ട്, പടം വരയ്ക്കലായിക്കോട്ടെ അല്ലെങ്കിൽ ഡാൻസ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, ഇതെല്ലാം സബ്സ്ക്രിപ്ഷനിൽ പൈസ കൊടുത്ത് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അവരെ പോലും
പേരുദോഷം കേൾപ്പിക്കുന്ന ലെവലിലാണ് ഇത്തരം ആൾക്കാർ പെരുമാറുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം പെൺകുട്ടികൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കേൾക്കുമ്പോൾ തന്നെ ഓ ഇവളും മറ്റേ പരിപാടി തുടങ്ങിയോ എന്നൊരു കാഴ്ചപ്പാടാണ് ഇന്ന് മലയാളിയുടെ മനസ്സിൽ വരുന്നത്. ഇതൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ. ബാക്കി അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് അങ്ങനെ കുഞ്ഞ് കണ്ടന്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ? പുള്ളിക്കാരുടെ ഇഷ്ടമല്ലേ? പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പുള്ളിക്കാരിക്ക് ഒരാൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ പുള്ളിക്കാരുടെ രേണു ചേച്ചിയുടെ അക്കൗണ്ടിലേക്കാണ് വരിക. രേണു ചേച്ചിയുടെ ഇഷ്ടമല്ലേ? രേണു ചേച്ചി അങ്ങനെ എന്ത് ചെയ്യണം? ഞാൻ പറയുന്നത് രേണു ചേച്ചി ഒരു മാസം ഒരു 6 ലക്ഷം 7 ലക്ഷം കിട്ടുന്ന സബ്സ്ക്രിപ്ഷനിലേക്ക് എത്തി നിൽക്കണം. ഹെയ്ദിയെ പോലൊരു സാമൂഹ്യ പ്രവർത്തക, സ്വയം പറയുന്നത് അങ്ങനെയാണല്ലോ, ഞാനൊരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആണെന്നല്ലോ പറയുന്നത്. ഹെയ്ദി പോലൊരാൾ തുണി അഴിച്ച് ശരീരം കാണിച്ചുകൊണ്ട് 6 ലക്ഷം രൂപ വരെയൊക്കെ മാസം സമ്പാദിക്കുന്ന ലെവലിൽ രേഷ്മ ബി തങ്കച്ചൻ എത്തണമെന്നാണ് ഹെയ്ദി പറയുന്നത്. ഒരു അല്പം ഉളുപ്പാവാം ഹെയ്ദി, ഒരു അല്പം ഉളുപ്പ്. കുറച്ച് കാലങ്ങൾക്ക് മുൻപ്, ഒരു 6-7 മാസം മുൻപ് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിരുന്നിട്ട് ഹെയ്ദി കരഞ്ഞൊരു കരച്ചിലുണ്ട്. 2 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഹെയ്ദിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഹെയ്ദി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹെയ്ദിക്ക് പഠിക്കാൻ നിവൃത്തിയില്ല, ഡിസ്ക്രിമിനേഷൻ അവിടെ ഫേസ് ചെയ്യാണെന്ന് പറഞ്ഞിട്ട് വല്ലാണ്ട് ഹെയ്ദി കരഞ്ഞു. ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ചെയ്തു 2 വീഡിയോ ഹെയ്ദിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ആ ഒരു വ്യക്തിയുടെ നാവിൽ നിന്ന് ഇങ്ങനെ കേൾക്കേണ്ടി വന്നത് പുച്ഛം മാത്രമേ തോന്നുള്ളൂ, പുച്ഛം മാത്രം, വേറൊന്നുമില്ല. അവർ തുണി അഴിച്ചിട്ടാണെങ്കിലും മാസം 6 ലക്ഷം രൂപ സമ്പാദിക്കണം, അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? അവരുടെ മുന്നിൽ 2 ആൺമക്കളുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ 2 പേർക്കും നാളെ പുറത്തിറങ്ങി നടക്കേണ്ടവരാണെന്ന് ചിന്തിക്കണം. അപ്പോൾ തുണി അഴിച്ച് ശരീരം കാണിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്നിട്ടൊരു 1 വർഷം കൊണ്ട് പുള്ളിക്കാർ സ്വന്തമായിട്ടൊരു വീട് വെച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുക. അപ്പോൾ ആൾക്കാർ എന്ത് പറയുന്ന അറിയണം? അവരുടെ വീട്ടിൽ അവർ സ്വന്തമായിട്ട് ജീവിക്കുന്നു എന്നുള്ള ഒരു സാമ്പത്തിക സംഭവം വന്നു കഴിഞ്ഞാൽ പൈസ പുള്ളിക്കാർ വിചാരിച്ചതിനും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാർ എന്തെന്ത് പറയാനാണ്? ഞാൻ കൊടുത്തതിൽ മാനം വിട്ടിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം. ഇതാണ് ഹെയ്ദി പറയുന്ന ഒരു പോയിന്റ്. മാനം വിട്ടിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കണം. ഉളുപ്പില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ എന്നോട് ലജ്ജ തോന്നുകയാണ്. കാരണം അന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് 2 വീഡിയോ ചെയ്തു പോയതിൽ സീരിയസ്ലി എനിക്കിപ്പോൾ ലജ്ജ തോന്നുകയാണ് എന്നോട്. നിങ്ങളുടെ ആ കരച്ചിൽ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ അവിടെ പറ്റുന്നില്ല, നിങ്ങളുടെ ജീവിതം നിങ്ങൾ അവസാനിപ്പിച്ച് പോവും, ആ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വാവിട്ട് നിലവിളിച്ച ഹെയ്ദിയെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഹെയ്ദിയെ കണ്ട് സഹതാപം തോന്നിയിട്ട് 2 വീഡിയോ ചെയ്തു നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. അതിൽ എനിക്ക് എന്നോട് ഇപ്പോൾ ലജ്ജ തോന്നുന്നതാണ്. ആ നിങ്ങളുടെ നാവിൽ നിന്ന് ഇത്തരം വാക്കുകൾ വന്നപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതിലല്ലേ നിൽക്കുന്നത്. അപ്പോഴും പറയും ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പൈസ തന്നതിലാണല്ലോ നീ കോടീശ്വരി ആയതെന്നൊക്കെ പറയുമെങ്കിലും ആര് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്തത്? ഇപ്പോൾ കടയിൽ പോയിട്ട് സാധനം മേടിച്ചിട്ട് ആ സാധനം ഞാൻ വാങ്ങിയതുകൊണ്ടാണല്ലോ നിങ്ങൾ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് പോലെ തന്നെയല്ലേ സബ്സ്ക്രിപ്ഷനും. അപ്പം ഈ ആൾക്കാർക്ക് ഒന്നാമത് മാങ്ങയുള്ള മാവിലെ കല്ലെറിയുള്ളൂ എന്ന് അറിയില്ലേ? അതുപോലെ രേണു ചേച്ചി ഒരു നല്ല ഫലപുഷ്ടമായിട്ടുള്ള ഒരു മാവാണ്. ആ മാവിൽ ആൾക്കാർ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. ആൾക്കാർക്ക് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വീണിച്ചിട്ട് കണ്ണിമാങ്ങ കിട്ടും. ചിലവരെ കൊണ്ടുപോയി ഇപ്പിടും, ചിലരെ കൊണ്ടുപോയിട്ട് എന്താ പറയുക യൂട്യൂബ് ചാനലിൽ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ട് അതിൽ. ഹെയ്ദിക്ക് കിച്ചന് ഉപദേശിച്ചപ്പോൾ കിട്ടിയത് കണ്ണിമാങ്ങയാണോ അതോ വലിയ മാങ്ങ തന്നെയായിരുന്നോ? അതുകൂടെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു, അറിയാൻ വേണ്ടിയാണ്. കണ്ണിമാങ്ങയാണോ അതോ വലിയ മാങ്ങയാണോ കിട്ടിയതെന്ന്. ഇനിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുണ്ടായ കാരണം, ആ പോയിന്റ് വരുന്നത് കേൾക്കാം. ഇതിൽ നിന്നും അരി വാങ്ങി അവരെ കൊച്ചുങ്ങളെ നോക്കും, വയ്യാത്ത കാലുണ്ടെങ്കിൽ ആ കാല് നന്നാക്കാൻ നോക്കും. പറഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ട് മൂക്ക് ശരിയാക്കുകയാണെങ്കിൽ ആ മൂക്ക് ശരിയാക്കുന്നവർ ആ മൂക്ക് രേണു ചേച്ചിനെ അവരാതെ പറഞ്ഞ് 2 വീഡിയോ ഇട്ട് ആ മെഡിസിൻ വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ളവരൊക്കെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? രേഷ്മ ബി തങ്കച്ചനെ പറഞ്ഞ് വീഡിയോ ചെയ്താൽ പൈസ കിട്ടിയിട്ട് ആ പൈസ വെച്ചിട്ട് കാല് വയ്യാത്തവർ കാല് ശരിയാക്കും, ആക്സിഡന്റ് പറ്റി മൂക്ക് ശരിയാവാത്തവർ അതിനുള്ള മെഡിസിൻ മേടിക്കും. നിങ്ങളുടെയൊക്കെ മനസ്സേ ദുഷിച്ച മനസ്സാണെന്ന് പറയേണ്ടി വരും. കാരണം ആൾക്കാരുടെ ആ വയ്യായികയെ വരെ അധിക്ഷേപിക്കാൻ കാണിക്കുന്നത് നിങ്ങളുടെ മനസ്സ്. അവരെന്താണ് സംസാരിക്കുന്നത്, എന്തിനു വേണ്ടി സംസാരിക്കുന്നു എന്ന് പോലും ചിന്തിക്കാതെ നിങ്ങൾ ഈ വന്നിരുന്ന് വെളുപ്പിക്കുന്നില്ലേ? നിങ്ങളെല്ലാം കൊണ്ടും പൂർണ്ണയാണോ, പരിപൂർണ്ണയാണോ? അത് ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ അർത്ഥത്തിലും ഹെയ്ദി സാദിയ എന്ന് പറഞ്ഞ വ്യക്തി പരിപൂർണ്ണയാണോ? ആ നിങ്ങളാണ് വന്നിരുന്നിട്ട് മറ്റൊരാളുടെ കാലിന്റെ വയ്യായികയും ആക്സിഡന്റും അതിലൂടെ മൂക്ക് വയ്യാതായതും ഒക്കെ പറഞ്ഞ് കളിയാക്കുന്നത്. ഒരല്പമൊക്കെ, പിന്നെ ഞാൻ ആ വാക്ക് ഉപയോഗിക്കത്തില്ല, ഉളുപ്പെന്നുള്ള വാക്ക് നിങ്ങൾക്ക് ഇല്ല, അല്ലെങ്കിൽ ആ ഒരു സാധനം നിങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ അത് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഇനി ഈ ആങ്കറുടെ ചിരി, നിങ്ങൾ എന്ത് കണ്ട ചിരിക്കുന്നത് എനിക്കറിയത്തില്ല, കേൾക്കാണത് ചെയ്യട്ടെ. ഓക്കെ, ഇപ്പം രേണു ചേച്ചി കണ്ടല്ലോ എന്താണ് മോളെ എത്ര ചിരിക്കാനായിട്ടുള്ളത്. ഈ നമ്മുടെയൊക്കെ ശരീരത്തിന്റെ ഒരു വയ്യായിക വരാൻ അധിക സമയമൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇങ്ങനെ ഒരു സെക്കൻഡ് ഞാൻ തിരിയുമ്പോഴേക്കും എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കോച്ച് പിടിച്ചാൽ മതി, പിന്നെ എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഇത് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ബാധകമാണ്. ഈ ചിരിക്കുന്നില്ലേ, ഈ ചിരി മായാൻ അധിക സമയമൊന്നും വേണ്ട. മറ്റൊരാളുടെ വയ്യായിക പറഞ്ഞപ്പം ഇങ്ങനെ പൊട്ടി ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് അവതാരകരായത്? ഒരു അവതാരക ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഒരാളുടെ വയ്യായിക പറഞ്ഞപ്പോൾ പൊട്ടി അങ്ങ് ചിരിച്ചുപോയി. ഈ ഒരൊറ്റ കാര്യമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ. ബാക്കിയെല്ലാം ഇതിൻ്റെ കൂടെ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ പറയുക ഞാൻ പറയുന്നത് തെറ്റാണോ ശരിയാണോ? നിങ്ങൾക്ക് പറയാം, ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം, യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്കിത് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. ഇവരാരെയാ ഉദ്ദേശിച്ചതെന്നൊക്കെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഹെയ്ദിയുടെ നാവിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് എന്നോട് ലജ്ജ തോന്നി. ഞാൻ പറഞ്ഞല്ലോ, ഹെയ്ദി അന്ന് വന്നിരുന്ന് കരഞ്ഞ കരച്ചിൽ ഇന്നും എൻ്റെ ചെവിയിൽ കിടപ്പുണ്ട്. ഇന്ന് ഞാനത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ കരച്ചിൽ അത്രമാത്രം ഹെയ്ദി വാവിട്ട് നിലവിളിച്ചു. ആ നിലവിളിക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യാനുള്ളത് മാത്രമേ ഉള്ളൂ. ചെയ്തു. നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ നല്ലവരും, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നല്ലവരും, നിങ്ങളെ വിമർശിക്കുമ്പോൾ
ഞങ്ങൾ കഴുകന്മാരാവുന്നു, ഞങ്ങൾ എന്താണ് ശവന്തീനികളാവുന്നു. അത് സ്വാഭാവികമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. വിമർശിക്കുന്നവരെന്നും ഒറ്റപ്പെട്ട ചരിത്രം മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. പക്ഷേ ഈ വിമർശനം തെറ്റാണെന്ന് തോന്നുന്ന കാര്യം തെറ്റാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ സംസാരിക്കുന്ന ഹെയ്ദിക്ക് വേണ്ടിയും ഈ ആങ്കർക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഈ ഒരു ഭാഗം അട്ടർ നോൺസെൻസ്, വളരെ മോശമായിപ്പോയി. വ്യക്തികളുടെ വയ്യായിക കളിയാക്കിക്കൊണ്ടും പിന്നെ തുണി അഴിച്ചാണെങ്കിലും പൈസ ഉണ്ടാക്കി വീട് വെക്കണം. എന്ത് വൃത്തികെട്ട മെസ്സേജാണ് കൊടുക്കുന്നത്. കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പണിയെടുക്കണം, പക്ഷെ അത് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാവരുത്. ഈ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട് ഈ രേഷ്മ പി തങ്കച്ചൻ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിൽ പോയ കഥ. എവിടെ ആര് പറഞ്ഞു? അത് ഞാൻ അതൊന്നും വെക്കുന്നില്ല, താല്പര്യമില്ല. അത് ആര് പറഞ്ഞു? കിച്ചു പറഞ്ഞോ? അവരുണ്ടായിരുന്നു പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ സ്വയം അങ്ങനെ മെനഞ്ഞെടുത്തു. നിങ്ങളുടെ ആൾക്കാരുടെ സ്റ്റോറിക്കകത്ത് അങ്ങനെ ഒരു സ്റ്റോറി കുക്ക്ഡ് അപ്പ് ചെയ്തു. അത് നിങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ വില പോയില്ല, ചീറ്റിപ്പോയി. അത് നിങ്ങൾ ഈ ഇന്റർവ്യൂവിനകത്തും കൊണ്ട് വിളമ്പുന്നുണ്ട്. വേറൊന്നും പറയാനില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ഹൈപ്പൊക്കെ കൊടുത്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഇതുപോലത്തെ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തെറ്റിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കും, അതിന് ഒരു മാറ്റവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തികൾ നിർത്താൻ വേണ്ടി എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എത്രമാത്രം അത് ഫലം കാണും എന്നെനിക്കൊരു ഉറപ്പുമില്ല. കാര്യം നമ്മുടെ നിയമം അത്രയും പരിതാപകരമാണ്, നിയമവ്യവസ്ഥ അത്രയും പരിതാപകരമാണ്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.